എല്ലാവർക്കും മാമന മക്കളുടെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കാട്ടിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫിയുടെ മക്ബറ കാണുവാനാണ്. ഞാൻ വന്ന വഴിയൊക്കെ കണ്ടില്ലേ, ഭയങ്കര കുണ്ടും കുഴിയൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് 2 വീലറിലാണ് യാത്ര. ചരിത്രങ്ങളൊക്കെ വഴിയേ പറഞ്ഞുതരാം. അപ്പം നമുക്ക് പോയാലോ? നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. മക്ബറ എത്താറായെന്ന് തോന്നുന്നു. കൂട്ടുകാരെ അടുത്തിട്ടോ, ഇതുകൊണ്ട് വേർപ്പ് വരെ വന്നു. നടന്നു വന്നു. സൂഫിയുടെ മക്ബറയിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് വരുമ്പം അമ്മച്ചിക്കൊട്ടാരം വഴി നേരെയുള്ള വഴി ഇങ്ങനെ വന്നാൽ മതി. 2 കിലോമീറ്ററോളം അവിടുന്ന് വരണം. ഓഫ് റോഡാണ്, അതാണ് ഒരു വലിയ പ്രശ്നം. ഓഫ് റോഡ് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിൽ കൂടുതൽ വരണം. അപ്പോൾ നമ്മളങ്ങനെ മക്ബറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം മക്ബറയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോവാം. Allahu Ekber, Allahu Ekber. Eşhedü en la ilahe illallah. Eşhedü en la أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. هيا على الصلاة. ഇടുക്കി ജില്ലയിലെ പീരുമേട് പഞ്ചായത്തിൽ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിലാണ് പീർ മുഹമ്മദ് എന്ന സൂഫിയുടെ മക്ബറ. പീർ മുഹമ്മദ് എന്ന പേരിൽ നിന്നുമാണ് പീരുമേട് എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. ഒരുപാട് പേരമരങ്ങളുള്ള നാടായതിനാലാണ് പീരുമേട് എന്നു വന്നത് എന്നതും മറ്റൊരു ചരിത്രം. മുഹമ്മദ് നബിയുടെ സദസ്സിൽ ഒരു മാലാഹ വന്നിരുന്നു. ഇസ്ലാം ഇമാം ഇസ്ഹാൻ എന്നിവയെപ്പറ്റി ആരാഞ്ഞിരുന്നു. ഇതിൽ ഇസ്ഹാൻ ആത്മസംസ്കരണത്തിലൂടെ ദൈവപ്രീതി നേടുന്നവരാണ് സൂഫികളെന്ന് അറിയപ്പെടുന്നത്. ആത്മസംസ്കരണ മുറകൾ സ്വായത്തമാക്കി പലവിധ ഘട്ടങ്ങളിലൂടെ ആത്മീയതയുടെ ഉന്നത പദവികളിലെത്തി ദൈവിക സന്നിധിയിൽ ലയിക്കും എന്നതാണ് സൂഫി വിശ്വാസം. ധ്യാനത്തിനിടയ്ക്കിടെ മുഹമ്മദ് നബി ഹിറാ ഗുഹയിലേക്ക് പോകുന്നു എന്നതും സൂഫികളുടെ ഒരു പ്രേരക ശക്തിയാണ്. കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് സൂഫി എന്ന പേര് വന്നത്. അതെന്തായിരിക്കും കാരണം? ആത്മനിയന്ത്രണത്തിന്റെ ചിഹ്നം എന്ന രീതിയിൽ ആദ്യകാല സൂഫികൾ ധരിച്ചിരുന്ന കമ്പിളി വസ്ത്രങ്ങളിൽ നിന്നാണ് സൂഫി എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. സൂഫികളുടെ ആചാരങ്ങൾ മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആചാരങ്ങളുമായി നേർക്കാഴ്ചയിൽ ബന്ധമുണ്ടെന്ന് തോന്നും നമുക്ക്. ആയതിനാലാവും എണ്ണ, വിളക്ക്, തിരി, ഭസ്മം എന്നിവയൊക്കെ
സൂഫികളുടെ കബറിടങ്ങളിലെ പൂജാദ്രവ്യങ്ങളായി മാറിയത്. ആഡംബര ജീവിതത്തിനേക്കാൾ ആത്മീയതയ്ക്കാണ് സൂഫികൾ പ്രാധാന്യം നൽകുന്നത്. ഇസ്ലാമിൻ്റെ മൗലിക ആചാരക്രമങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സംഗീതവും നൃത്തവും ഉൾപ്പെടെയുള്ള കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരാധനാ രീതികളാണ് സൂഫികൾ പിന്തുടർന്നു പോന്നത്. പീർ മുഹമ്മദ് എന്ന ഈ സൂഫിയുടെ ജന്മദേശം തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്ത് കന്യപുരത്താണ്. തിരുവിതാംകൂർ രാജകുമാരിയുമായി നല്ല ബന്ധം ഉണ്ടായിരുന്ന ഇദ്ദേഹമാണ് പത്മനാഭപുരം കൊട്ടാരത്തിന് തറക്കല്ലിട്ടത്. 16-ാം നൂറ്റാണ്ടിൽ ചങ്ങനാശ്ശേരി രാജകുമാരുടെ കീഴിലായിരുന്നു ഇവിടം. പിന്നീട് തിരുവിതാംകൂർ രാജകുമാർ ഇവിടം കീഴടക്കി. അഴുത എന്നായിരുന്നു പീരുമേടിൻ്റെ പഴയ പേര്. പീർ മുഹമ്മദ് തിരുവിതാംകൂർ രാജകുമാരുടെ കൂടെയാണ് കുട്ടിക്കാനത്ത് എത്തിയത് എന്നും പറയപ്പെടുന്നു. പീർ മുഹമ്മദ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മക്ബറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരം തന്നെയാണ്. തിരുവിതാംകൂർ രാജകുമാരുടെ വേനൽക്കാല വസതിയായിരുന്ന അമ്മച്ചി കൊട്ടാരത്തിന് ഏകദേശം 210 വർഷങ്ങളോളം പഴക്കമുണ്ട്. വേനൽക്കാല വസതിയിലെത്തിയ രാജ്ഞി മഖാമിനോട് അടുത്ത് കിടക്കുന്ന കുന്നിൻ ചെരുവിൽ പോകുമായിരുന്നു. ഒരിക്കൽ കുന്നിൻ ചെരുവിൽ കുതിരപ്പുറത്ത് ഒരു ശുഭവസ്ത്രധാരിയെ കാണുകയും പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുകയും ഉണ്ടായി. പിന്നീട് കൊട്ടാരത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. രാജ്ഞിക്ക് സ്വപ്ന ദർശനമുണ്ടായി. അങ്ങനെ രാജ്ഞി മഖാം പണി കഴിപ്പിച്ചു. അഴുത എന്ന് പേരുമാറ്റി പീരുമേട് എന്നാക്കി. പീരുവന്ത വനം, അതാണ് പെരുവന്താനം എന്നും പറയപ്പെടുന്നു. പരമ്പരാഗത രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് സൂഫികൾക്കുള്ളത്. സ്നേഹമാണ് ദൈവത്തിലേക്കുള്ള വഴിയെന്നും ദൈവം സ്വർഗത്തിലല്ല, മറിച്ച് സ്നേഹമുള്ള നല്ല മനുഷ്യഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നതെന്നും സൂഫികൾ വിശ്വസിക്കുന്നു. സ്നേഹത്തിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന, ആത്മാവായി കൊണ്ടു നടക്കുന്ന സൂഫി സമുദായം വളരെ കുറവാണ്. പണ്ട് പല സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലും ഇവർ നേതൃത്വം നൽകിയിരുന്നു. അതുകൊണ്ട് ഭരണകർത്താക്കൾ ഇവരെ നിയന്ത്രിച്ചു പോന്നു. ലിബിയയിൽ ഇറ്റലിക്കെതിരെ വിപ്ലവം നയിച്ച ഉമർ മുക്താർ, ഫ്രാൻസിനെതിരെ പടയൊരുക്കം നയിച്ച അബ്ദുൽ ഖാദർ അൽ ജൽസാരി തുടങ്ങിയവർ സൂഫി പശ്ചാത്തലം ഉള്ളവരായിരുന്നു. സംഗീതത്തെയും നൃത്തങ്ങളെയും ഇത്രയും ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സൂഫികളുടെ മക്ബറയിൽ വന്നിട്ട് ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റും. വെറും പാട്ടല്ല, സൂഫീസോ. പക്ഷേ ഈ കുണ്ടുകുഴിയുള്ള വഴിയൊക്കെ ആയതുകൊണ്ട് കീബോർഡ് എടുത്തില്ല, ഭയങ്കര ഡേഞ്ചർ ആവില്ല. അതുകൊണ്ട് കീബോർഡ് എടുത്തില്ല. അടുത്ത എപ്പിസോഡിൽ ഒരു സൂഫി സോങ്ങായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഇസ്ലാം മതപ്രകാരം സൃഷ്ടിയുടെ ലക്ഷ്യം ദൈവത്തെ ആരാധിക്കലാണ്. അതനുസരിച്ച് ഒരു യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധമാണ് ദൈവവും ഭക്തനും തമ്മിൽ ഉണ്ടാവേണ്ടത്. ദൈവത്തെ നല്ല രീതിയിൽ ആരാധിക്കുന്നവർക്ക് വിധിദിനത്തിൽ സ്വർഗവും അല്ലെങ്കിൽ നരകവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ സൂഫി മാർഗം തികച്ചും വ്യത്യസ്തമാണ്. ദൈവം മനുഷ്യരോട് ആരാധിക്കാൻ നിർദ്ദേശിച്ചത് കൊണ്ടല്ല, മറിച്ച് ദൈവം ആയതിനാലാണ് ആരാധിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കുവാൻ കാരണം. ദൈവശിക്ഷയെ ഭയക്കാതെ ദൈവസ്നേഹം നഷ്ടമാകും എന്ന ഭയത്താൽ ദൈവത്തെ പ്രണയിച്ച് സാമീപ്യം നേടാം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. വളരെ പതിയെ സംസാരിക്കുക, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരോട് സ്നേഹമായി പെരുമാറുക, ഇസ്ലാമിൻ്റെ നാമം കേൾക്കുമ്പോൾ നെഞ്ചിൽ കൈവെക്കുക തുടങ്ങിയ ഒട്ടനവധി ആചാരങ്ങളുണ്ട് ഒരു സൂഫിക്ക്. എന്നിരുന്നാലും ഇന്ത്യയിൽ മുസ്ലിം മതം പ്രചാരത്തിൽ വന്നത് സൂഫികളുടെ കടന്നുവരവോടെയാണ്. ഇവരുടെ സ്നേഹനിർഭരമായ പെരുമാറ്റങ്ങളാവാം മറ്റു മതസ്ഥരെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിച്ചത്. സാധാരണ മുസ്ലിങ്ങൾക്ക് അനുവദനീയമായ കാര്യങ്ങൾ പോലും സൂഫികൾ പൊതുവെ ചെയ്യുവാൻ മടി കാണിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, പൊതു ഇടങ്ങളിൽ നിന്ന് വീണ് കിട്ടിയ പഴം മുസ്ലിങ്ങൾക്ക് മതവിധി പ്രകാരം ഭക്ഷിക്കാം, എന്നാൽ സൂഫികൾ ഇവ ഭക്ഷിക്കാറില്ല. ഓരോ യോഗികളും ആത്മസംസ്കരണത്തിനായും നിഗൂഢ രഹസ്യങ്ങളുടെ കലവറകൾ കാട്ടിയും ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയിൽ പലതും പൊതുജന സമൂഹത്തിന് ഇന്നും അന്യമാണ്. ആത്മസംസ്കരണ ചിന്താരീതികളോ ഗ്രന്ഥങ്ങളോ അവയിലെ ആന്തരിക അർത്ഥങ്ങളോ വിശദീകരിക്കുവാൻ സൂഫി യോഗികൾക്കല്ലാതെ മറ്റാർക്കും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ സൂഫിസത്തെ അനുകൂലിക്കുന്ന പരമ്പരാഗത മുസ്ലിം പണ്ഡിതർ പോലും സൂഫി ഗ്രന്ഥങ്ങൾ അവരുടെ പഠനശാലകളിൽ പഠന വിഷയമാക്കാറില്ല. സംഗീതത്തെയും കലയെയും ഇഷ്ടപ്പെടുന്ന സൂഫികളോടും പീർ മുഹമ്മദിന്റെ ഈ പുണ്യഭൂമിയോടും തൽക്കാലം നമുക്ക് വിട പറയാം. സൈനിങ് ഓഫ്, മാമനെ മക്കൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിൽ മാമനെ മക്കള് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ബൈ ബൈ. See you.